വീട്ടില് ഇതൊന്നും വെച്ചാല് സാരെല്ലാം വരുമ്പോ ഇല്ലെന്ന് പറയാറ് അറിയുന്നത്. ഇത് കാഴ്ചയൊന്നും നടക്കണ്ട, വീട്ടുകാരോ അങ്ങനെ നടക്കണ്ട, അങ്ങനെയൊക്കെ ഉണ്ട്. പ്രിയമുള്ളവരെ, 2014 മഴ നടത്തം തുടങ്ങുന്നത്. ഒരു 4 വർഷം തുടർച്ചയായി നെല്ലിയാമ്പതിയിലെ കൈകാട്ടിയിൽ നിന്നും പോത്തുണ്ടി ഡാമിൻ്റെ അവിടുത്തെ കുട വരെയാണ് നടന്നുകൊണ്ടിരുന്നത്. 4 വർഷം തുടർച്ചയായിട്ട് നടക്കുകയും 4 വർഷം കഴിഞ്ഞ് 5-ാമത്തെ വർഷം അത് ആവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നമ്മളുടെ കൊറോണയുടെ കാര്യം പറഞ്ഞ് അതിന് പോവാൻ അനുമതി കിട്ടാതിരിക്കുകയും അതിൻ്റെ പേരിൽ അന്ന് മുതൽ ഇപ്പോൾ 2024 വരെ നമ്മൾക്കതിന് അനുവാദം കിട്ടിയിരുന്നില്ല. അതിൻ്റെ പേരിൽ അത് നടക്കാതെ വരികയാണ് ചെയ്തത്. എന്നാൽ 2024 നമുക്ക് വീണ്ടും അതിന് അനുവാദം കിട്ടിയപ്പോൾ നമ്മൾ ഈ മഴ നടത്തം പുനരാരംഭിച്ചു. ഈ മഴ നടത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ, മഴ നമ്മളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ മഴ കൊണ്ട് നമുക്ക് രോഗങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മഴ നടത്തത്തിൽ നിന്നോ അല്ലെങ്കിൽ മഴ കൊള്ളുന്നതിൽ നിന്നൊക്കെ വിലക്കുന്ന ചില ആരോഗ്യശാസ്ത്ര വിദഗ്ധരുണ്ട് ഈ ലോകത്ത്. എന്നാൽ പഞ്ചഭൂത സിദ്ധാന്ത പ്രകാരം മഴ, വെയിൽ, കാറ്റ്, അതേപോലെ തന്നെ മണ്ണ്, ഇതൊന്നും മനുഷ്യന് ഉപേക്ഷിക്കേണ്ട സാധനങ്ങളല്ലെന്നും ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായതാണെന്നും മനുഷ്യ ശരീരമെന്നും ആ ആരോഗ്യശാസ്ത്രപരമായിട്ട് നമുക്ക് ഇതെല്ലാം അനുഭവിക്കേണ്ടവരാണെന്നും, അല്ലാതെ ഇതൊന്നും അനുഭവിക്കാതെ ജീവിച്ച് മരിച്ചു പോവേണ്ട ഒരു നിർജീവമായിട്ടുള്ള വസ്തുക്കളല്ല ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരം എന്നുള്ളതാണ് ഈ മഴ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മഴയിൽ, വെയിലിൽ, അതേപോലെ വായുവിൽ, മണ്ണിൽ ഒക്കെ അണുക്കളുണ്ടെന്നും ആ അണുക്കൾ നമ്മളെ ശരീരത്തെ ഇല്ലാതാക്കുമെന്നും അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിൽ രോഗങ്ങൾ സൃഷ്ടിക്കും എന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന ചില വൈദ്യശാസ്ത്രങ്ങളുണ്ട്. അതിനെയൊക്കെ പുറന്തള്ളി, അല്ലെങ്കിൽ ആ വൈദ്യശാസ്ത്രത്തിനെയൊക്കെ മറികടന്നുകൊണ്ട് വന്നിട്ടുള്ള ചിന്താഗതികളും അതിനനുസരിച്ച് ഉള്ള പുരോഗമനമാണ് ശരിക്കും പഞ്ചഭൂത സിദ്ധാന്തത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ ചികിത്സാ രീതികൾ. യൂറോപ്യൻസിന് ഇത് മാത്രമേ കിട്ടിയുള്ളൂ, രോഗാണുക്കളെ മാത്രമേ കിട്ടിയുള്ളൂ. നമ്മൾ രോഗാണുക്കൾക്കും മേലെ പഞ്ചഭൂതങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി നിശ്ചയിക്കുന്നതെന്നും ആ പ്രതിരോധശേഷിയിലൂടെയാണ് നമ്മൾക്ക് ആരോഗ്യം കൈവരിക്കാൻ കഴിയൂ എന്ന ശാസ്ത്രം നമ്മൾക്ക് ബോധ്യമുണ്ടായിട്ടും പലപ്പോഴും നമ്മൾ അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ തൽഫലമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങളുടെ കലവറ എന്ന് പറയുന്നത്. ഏതായാലും മഴ കൊണ്ട് നടക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള 20-ൽ കൂടുതൽ ആളുകൾ, അവർക്ക് സപ്പോർട്ട് ചെയ്ത, അവരെ അനുകൂലിച്ച മറ്റനേകം ആളുകൾ, എത്താൻ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങൾ കൊണ്ട് എത്താൻ കഴിയാതെ വന്ന ആളുകൾ, ഇവരൊക്കെ ഈ പരിപാടിയെ മനസ്സാനുഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇവരുടെയൊക്കെ അനുഗ്രഹത്താലും ആശീർവാദത്താലും ഈ മഴ കൊണ്ടുള്ള നടത്തം വളരെ അനുഗ്രഹീതമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെടട്ടെ. അപ്പോൾ ഈ മഴ നടത്തം നമ്മളുടെ നെല്ലിയാമ്പതി കൈകാട്ടിയിൽ നിന്നും തുടങ്ങി പോത്തുണ്ടി ഡാം വരെയാണ് നടക്കുന്നത്. അപ്പോൾ നടക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള എല്ലാ മേഖലയിൽ നിന്നും, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതവും അതോടൊപ്പം തന്നെ എല്ലാവിധ അനുഗ്രഹാശിസ്സുകളും ഉണ്ടാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നടന്നു പോകുന്നു. ഓക്കെ. ഈ മഴ നടത്തത്തിന് ചുക്കാൻ പിടിക്കുന്നത് ജൈവ സംരക്ഷണ സമിതി പ്രസിഡൻ്റായ ശ്രീ നാരായണേട്ടനാണ്. നമ്മളുടെ അവിടെ
പാലക്കാടുള്ള ഇപ്പോൾ തടിക്കശ്ശേരിയിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരു നല്ല ജൈവ കർഷകനാണ്. ഒരു 10 ഏക്കറോളം സ്ഥലമെടുത്ത് അതിനകത്ത് ജൈവ കൃഷിയും പിന്നെ ആ ജൈവ ജീവിതവും നടത്താൻ വേണ്ട സാഹചര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അദ്ദേഹം ഈ ഭൂമിയുടെ നല്ല നിലനിൽപ്പിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാം. മഴനടത്തത്തിന് പിന്തുണയ്ക്കുന്ന മറ്റൊരാളാണ് ജൈവ സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയായ കെ രാജീവ് മലമ്പുഴയിലാണ് താമസം. രാജീവിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു വിനോദം എന്ന് പറയുന്നത് ഈ വലിച്ചെറിയപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ മക്കളും ഒരുമിച്ച് പലവട്ടം ചെയ്യുന്ന ഇതാണ്. സിംഹവാലൻ കുരങ്ങ് നെല്ലിയാമ്പതിയിലെ മഴനടത്തത്തിനിടയിൽ അവിചാരിതമായി കണ്ടുമുട്ടിയൊരു സുഹൃത്താണ്. താഴെ നിറയെ ഉണ്ട്. മഴനടത്തത്തിൻ്റെ തുടക്കം മുതൽ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മറ്റൊരാളാണ് ഡോക്ടർ ഫിറോസ്. ഡോക്ടർ ഫിറോസ് നാഷണൽ ഹൈജീനിക് സിസ്റ്റം എന്ന് പറയുന്ന ഹൈജീനിക് സ്ഥാപനത്തിൻ്റെ എംഡിയാണ്. പാരമ്പര്യ വൈദ്യന്മാരുടെ എന്ന് പറയുന്ന CCS കമ്മ്യൂണിറ്റി പ്രൊവൈഡർ എന്ന് പറയുന്ന പാരമ്പര്യ വൈദ്യന്മാരുടെ സംസ്ഥാന ചെയർമാൻ കൂടിയാണ് ഡോക്ടർ ഫിറോസ്. അതോടൊപ്പം തന്നെ പ്രകൃതി പരിസ്ഥിതി പ്രശ്നങ്ങളിൽ, അതേപോലെ തന്നെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ സമിതികളിൽ, അതേപോലെ പശ്ചിമഘട്ട സംരക്ഷണ സമിതി, അതേപോലെ ജൈവ കർഷക സമിതി, അങ്ങനെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും അവരോടൊപ്പം സഹകരിച്ചു പോകുന്ന ഒരു പ്രകൃതി ചികിത്സകനാണ്. അത് ഞാൻ തന്നെയാണ്. എന്നെക്കുറിച്ച് കൂടുതൽ പറയാനുള്ള ഒരു മടിയും ഇതിനകത്തുള്ളത് കൊണ്ട് എന്തൊക്കെയാണെന്ന് കൂടുതലായിട്ട് പറയുന്നില്ല. എന്തായാലും ചികിത്സയാണ് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപൂർവമായിട്ട് വരുന്ന രോഗങ്ങളും, അതേപോലെ മാറില്ല എന്ന് പറയുന്ന രോഗങ്ങളും, അതേപോലെ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്ന് പറയുന്ന പല രോഗങ്ങളും വളരെ വിദഗ്ധമായ രീതിയിൽ ചികിത്സിച്ച് ഭേദമാക്കി അവർക്ക് സുഖജീവിതത്തിലേക്ക് മടങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം കൂടിയും ഇതിനകത്ത് ഫിറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടാനും അതോടൊപ്പം മുന്നോട്ട് പോകാനും ഇവിടെ സഹകരിച്ച എല്ലാവർക്കും, മഴയെയും പ്രകൃതിയെയും വെയിലിനെയും പ്രകൃതി ശക്തിയെയും അതേപോലെ തന്നെ ഈ ഭൂമുഖത്തുള്ള എല്ലാ ചരാചരങ്ങളെയും നമ്മളുടെ സംസ്കാരത്തിനൂന്നിയ ആ ഒരു ശാസ്ത്രശാഖയെയും നിലനിർത്തി ഈ ഭൂമിയെ തന്നെ ഒന്ന് സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ദൗത്യത്തിൽ പാർട്ട്ണറായിട്ടുള്ള അല്ലെങ്കിൽ പങ്കാളികളായിട്ടുള്ള സഹയാത്രികരായിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് ജീവിതത്തിൽ കുറച്ച് നിമിഷമെങ്കിലും മാറ്റിവെക്കണം.